ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുമണിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണേ. അപ്പോൾ കുട്ടികളുടെ കൂടെ ഞങ്ങളും കൂടി കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛനും ചേച്ചിയും ബിരിയാണി പണിയിലാണ് കേട്ടോ കലവറയിൽ. അച്ഛൻ്റെ ബിരിയാണി അടിപൊളിയാണ്. ഞങ്ങളും പൊടി സഹായങ്ങൾക്കൊക്കെ കൂടി, എന്നാലും ഫുൾ ക്രെഡിറ്റ് അച്ഛനും ചേച്ചിക്ക് തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് മെയിനായിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്യുക, കച്ചമ്പർ ഉണ്ടാക്കുക, വെള്ളം കലക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു പണി. അങ്ങനെ ഞങ്ങൾ റെഡി ആവാൻ പോയി. വീട്ടിൽ നിന്ന് അമ്മയും മേമയും കുട്ടികളൊക്കെ നേരത്തെ വന്നിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബർത്ത്ഡേ ബോയിനെ റെഡിയാക്കിയപ്പോൾ യാതൊരു ചിരിയില്ല, ഭയങ്കര ജാട, ആരുടെത്തേക്കും പോണില്ല. എല്ലാവരെയും പെട്ടെന്ന് കണ്ടുകൊണ്ടാണോ എന്നറിയില്ല. കുഞ്ഞുമണ്ട് ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ പിന്നെ ആൾ ഉഷാറായിട്ടോ. പിന്നെ കളിയും ചിരിയൊക്കെ ആയിരുന്നു. അർജുന് പിന്നെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചില അഭ്യാസങ്ങളൊക്കെ. അടുത്ത പരിപാടി കേക്ക് കട്ടിങ് ആണ് കേട്ടോ. കേക്ക് വരാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് എല്ലാവരും കുറച്ച് നേരം പോസ്റ്റ് ആവേണ്ടി വന്നു കേട്ടോ. കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ പാട്ട് പാടുന്നതും ക്ലാപ്പ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇഷ്ടമുള്ള ഒരാളും കൂടെ ഉണ്ട്, ഞങ്ങളുടെ ദേവുട്ടൻ. രണ്ടാളെയും കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ച് പെട്ടെന്ന് തന്നെ അവരെ അവിടെ നിന്ന് മാറ്റിയിട്ടോ. അല്ലെങ്കിൽ ഈ ഷേപ്പിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. നമ്മുടെ ആദ്യക്കുട്ടനാണ് എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നല്ല കേക്കായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു ചോക്ലേറ്റിൻ്റെ. കേക്കിൻ്റെ പരിപാടിക്ക് ശേഷം അടുത്ത പരിപാടി ഫുഡ് അടി. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ആദ്യം പിടിച്ചിരുത്തി കേട്ടോ. എല്ലാവരുടെ ഇടയിലും നമ്മുടെ ദേവൂട്ടനും കുഞ്ഞുമണിയുണ്ട്. മറ്റേത് കൊണ്ടുവന്ന് കൊടുക്കലായിരുന്നു. ഇന്ന് ചേച്ചിമാരുടെ കൂടെയും ഏട്ടന്മാരുടെ കൂടെയൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം. ഈ രണ്ട് കാലവും നീട്ടി വെച്ചിരുന്ന് കഴിക്കുന്ന ആളില്ലേ, ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോകും കേട്ടോ. നമ്മുടെ കുഞ്ഞുമണിയാണേ. അങ്ങനെ എല്ലാവരുടെ കൂടെ ഇരുന്ന് ഇത്തിരി ബിരിയാണി അകത്താക്കിയിട്ട് അവനെ എണീറ്റ് പോയി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളും ഇരുന്നു. എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇരുന്നത്. എല്ലാവരുടെയും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞുമണീനെ ഉറക്കാൻ പോയി കേട്ടോ. രാവിലെ എണീറ്റതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങും ചെയ്തു ആൾ. എല്ലാവരും കൂടി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഒരു 3-3:30 ആയപ്പോൾ പുതിനയില ഇട്ടിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി. നല്ല രസമാണ് കേട്ടോ പുതിനയില ഇട്ടിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാനായിട്ട്. പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാവരും പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.